അങ്ങനെ വീണ്ടും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്, അപ്പോൾ അവനെ പിക്ക് ചെയ്തിട്ട് എയിലയിലൊക്കെ തെണ്ടിത്തിരിയണം. അവൻ തിരിച്ചെത്തിയിരിക്കുന്നു ഗൈസ്. നമ്മോടൊപ്പം ഒരാളിവിടെ ജോയിൻ ആയിട്ടുണ്ട്, അക്ഷയും ജിയും. ഓക്കെ, ഞങ്ങളിവിടെ ഒരു ചായ സ്പോട്ടുണ്ട്, അങ്ങോട്ട് പോകുന്നു. ഇതാണെങ്കിൽ നമ്മുടെ കളമശ്ശേരി റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴി കൂടെ പോയി കഴിഞ്ഞാൽ ഒരു കഫേ ഉണ്ട്. കറക്റ്റ് സമയത്ത് ഏതൊരു ട്രെയിൻ വരുന്നുണ്ടല്ലോ, അവിടെ നിന്നൊരു ട്രെയിൻ വരുന്നുണ്ട്. പാസ്സാവുന്നില്ല എന്തല്ലേ. ഈ വഴി കൊള്ളാമല്ലോ, നല്ല രസമുണ്ട്. വഴി ഫുള്ള് കട്ടറാണെങ്കിലും ആംബിയൻസ് അടിപൊളിയാണ്. എനിക്ക് ഫുള്ള് രണ്ട് സൈഡിലും മരങ്ങളൊക്കെ ആയിട്ട് ലൊക്കേഷൻ നോക്കി വന്നിട്ട് ഓഫ് റോഡ് പോകേണ്ട അവസ്ഥയാണല്ലോടാ. എടാ അത് സംഭവം എന്താ, അടിപൊളി വഴിയാണ്, ഒരു 4 വരി എന്താ വഴിയാണ് അവിടെ. പക്ഷെ അത് പണി കംപ്ലീറ്റ് ആയില്ല അല്ലേ, അതെന്താ ഫെയിലായ. റൈറ്റ് വഴി മുടക്കി കുറച്ചവന്മാർ ഇങ്ങനെ നടക്കുക. തട്ട് ഇല്ല, ഡോറ് തുറക്കാം, നമുക്ക് കയറ്റിയിടാല. യെസ്, ഇതെന്തുകൊണ്ടാ ഇത്രയും കുറച്ച് ഏരിയാസ് മാത്രമല്ല ഇത് ഇത്രയാണ്ടുള്ളല്ലേ ഇതിന് ലെങ്ത്. ഇതാണ് സീപോർട്ട് എയർപോർട്ട് റോഡ്. വീഡിയോസൊക്കെ എടുക്കാൻ കുറേ ആൾക്കാർ ഇവിടെ വരുന്നുണ്ടല്ലേ. ഡ്രൈവിങ് പഠിക്കാൻ കയറുന്നത്, ഡ്രൈവിങ് വണ്ടിയൊക്കെ ഉണ്ടല്ലോ ഇവിടെ കിടത്ത്. കേട്ടോ വഴി വരുന്നത് കുറച്ച് ദൂരം ഉണ്ടുള്ളൂ, ഇത്രയും ദൂരം ഉള്ളൂ. നമ്മളിങ്ങനെ കുറച്ച് വിഷ്വൽസൊക്കെ ഷൂട്ട് ചെയ്യാൻ നേരത്തിട്ട് കയറ്റിയതാണ്. കൂടുതലും ഞാൻ കുറേ കണ്ടിട്ടുണ്ട് ഈ റോട്ടിൽ, കുറേ മറ്റേ കാറുകളുടെ റിവ്യൂവിനൊക്കെ നടത്തിയിടുന്ന കണ്ടിട്ടുണ്ട്. കയറുന്നില്ല, ഇത് കണ്ടോ, നമ്മുടെ സുസുക്കി ഗ്രാൻഡ് വിറ്റാറേൻ്റെ ഹൈബ്രിഡ് സാധനം, അതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയാണ്. ഇവിടെ ഇവന്മാർ കുറേ പേര് കിടപ്പുണ്ട് കേട്ടോ. അവിടെ ഒരു ടീം കിടപ്പുണ്ട്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നോക്കി വിഷ്വൽസ് നോക്കി, കുറേ ഡ്രൈവിംഗ് സ്കൂളുകാരെ വണ്ടികളാണ്. രാവിലെ എല്ലാം വരുന്ന ഡ്രൈവിംഗ് സ്കൂളുകാരാണ്. അവിടെ നിർത്തി ഇനി കുറച്ച് ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കുറച്ച് ഓഫ് റോഡാട്ടോ, വലിയ ദൂരമൊന്നുമില്ല, ചെറിയൊരു 200 മീറ്റർ കുറച്ച് നേരം ഓഫ് റോഡ്. അതിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഇതിനാണ് മുതൽ അവിടെ മഴ പെയ്യുന്നടാ. മഴ ഇങ്ങോട്ട് ഇപ്പോൾ വരും. മഴ തുള്ളാൻ തുടങ്ങി. മഴക്കാരാണല്ലോ ഫുള്ള്. അയ്യോ നല്ല ഐശ്വര്യമായിട്ട് ലൈവായിട്ട് മഴ വരും നോക്കടാ. തുടങ്ങിയിട്ടുണ്ട്, നല്ല മഴ തുടങ്ങി, മഴ തുള്ളാൻ തുടങ്ങി. ഓടിക്കേറിയില്ലെന്നായി. വൈബേ, മഴ, നല്ല പാട്ട്, ഓഫ് റോഡ്. ഇവിടെ താറാവ്, നേരത്തെ ഒരാളുണ്ടായിരുന്നു തോണിയിൽ വന്നിട്ട് താറാവിനെ അതിലേക്ക് ഓടിക്കുന്നുണ്ടായിരുന്നു. രസമാണ്, ഒരു കൂട്ടം അതിൽ ഓടുന്നു. നോക്കിയ പുല്ലിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ അവന്മാർ റാലി പോലെ പോകുന്നുണ്ട്, ഉള്ള രസമുണ്ട്. ഈ റോഡ് എനിക്കൊന്ന് 2 കിലോമീറ്റർ ഉണ്ടാവുമായിരിക്കും അല്ലേ. 2 കിലോമീറ്റർ ആണ്ടേ ഉള്ളൂ കേട്ടോ ഈ വഴി. സെറ്റാട്ടോ സ്ഥലം, ഫുള്ള് വണ്ടിത്തിരക്കുമില്ല, ഒന്നുമില്ല, അടിപൊളി. കിലോമീറ്റർ ഇല്ലല്ലേ, 2 കിലോമീറ്റർ ഒന്നും ഇല്ല കേട്ടോ, 1 കിലോമീറ്റർ ആണ്ടേ ഉള്ളൂ. അതാ ഞാൻ നോക്കി ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ നമുക്ക് അതിലിങ്ങനെ കയറി വരാം. പക്ഷെ അത് ഓഫ് റോഡാ, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഓഫ് റോഡാ. ഇവരെന്തിന് ഇത്രയും മാത്രമായിട്ട് പറഞ്ഞിട്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എടെ മാത്രം ഇങ്ങനെ വെക്കുവാടാക്കരെ, അതെനിക്ക് സംഭവം മനസ്സിലായിട്ടില്ല. ഇവിടെ കുറേ ഡ്രൈവിംഗ് സ്കൂളിന്റെ വണ്ടി കിടപ്പുണ്ട് കേട്ടോ. ഇവന്മാരുടെ മെയിൻ ഏരിയ എന്ന് തോന്നുന്നു ഇത് കിടക്കുന്നത്. ഇത് നിരന്നിങ്ങനെ നടക്കുന്ന ഡ്രൈവിംഗ് സ്കൂളിന്റെ വണ്ടികളാണ്. അവർക്ക് കറക്റ്റ് പ്ലേസ് ചെയ്ത് നിരന്ന് കിടക്കുന്ന വഴി 1, 2, 3, 4 ആ ഭാഗത്തൊരു പാലമൊക്കെ ഉണ്ട് കേട്ടോ. ചായ കുടിക്കാൻ വേണ്ടി ചവിട്ടിയതാണ്. അപ്പുറത്തൊരു കടയാണല്ലോ, അവിടെ കുറേ പേരുണ്ട്. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ നേരത്തെ ഉണ്ട് ഈ ചായ കടന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. നമുക്കൊണ്ട് സ്പെഷ്യൽ ചായ അവിടെ അടിച്ചുണ്ടാക്കുന്നു. യെസ്, റെഡി. ഫോട്ടോ എടുക്കാൻ പോയിക്കോ. സെറ്റ് ചായ കേട്ടോ, നല്ല രസമുണ്ട്. ഏതാ, ഓ പെട സാധനം. അപ്പം 2 ചായയും 1 ജ്യൂസും ലൈം ജ്യൂസും തീർത്തു. അക്ഷയ്ക്കാണെങ്കിൽ അവൻ്റെ ഒരു റിലേറ്റീവ്സ് വരുന്നുണ്ട്, അപ്പോൾ അവൻ തെറിക്കണം. അപ്പം ഞങ്ങൾ സ്കൂട്ടി വെച്ചെടുത്തുകൊണ്ട് ഇട്ടിട്ട് അവൻ ആ വഴി പോകും. ഇതും ഒരു ചതുപ്പ് നിലം പോലെ കേട്ടോ. ഈ ഭാഗത്താണ് മെട്രോൻ്റെ മെയിൻ്റെനൻസ് റൂമും കാര്യങ്ങളൊക്കെ വരും. ഇവിടെയും കുറച്ച് മഴയായി കഴിഞ്ഞാൽ വഴിയെല്ലാം പോയല്ലേ. ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമായി. അന്ന് വന്നപ്പോൾ ഇതിൻ്റെ കുറച്ച് അങ്ങണ്ട വെള്ളം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഫുള്ള് വെള്ളമായി ഇതിൻ്റെ അകത്ത്. മെട്രോ ലൈൻസ് വരും മേലെ കൂടെ. മുട്ടെന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത്. കുളമാണല്ലോ, വെള്ളം. നമ്മളങ്ങനെ മുട്ടത്തിറങ്ങി ഇവിടുന്ന് കുറച്ച് ബൈക്ക് അപ്പുറത്ത് വെച്ച് അങ്ങോട്ടേക്ക് ഞങ്ങൾ പോകട്ടോ. കൊച്ചിയിലുള്ള മെട്രോ ഇപ്പം വമ്പൻ നഷ്ടത്തിലാണല്ലോ. അപ്പോൾ ഇതുപോലെയുള്ള ഓരോ സ്റ്റേഷൻസ് പ്രൈവറ്റൈസേഷൻ ചെയ്തു. ഡെമാക്ക് എന്നാണോ എന്തായാലും. അപ്പോൾ ആ കമ്പനിയായിട്ടാണ് ഈ മുട്ടത്തെ മെട്രോ സ്റ്റേഷൻ പ്രൈവറ്റൈസേഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവരുടെ സ്റ്റേഷൻ്റെ പേര് മുട്ടൻ ഡെമാക്ക് എന്ന് വരും. ട്രെയിനിലും വിളിച്ച് അനൗൺസ് ചെയ്യുന്നതല്ല അങ്ങനെ കേട്ടോ. അങ്ങനെ എല്ലാ സ്റ്റേഷൻസും ഇതേപോലെ പ്രൈവറ്റൈസേഷൻ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ മെയിൻ്റെനൻസും കാര്യങ്ങളും എല്ലാം അവർ നോക്കിക്കോളും, പ്രൈവറ്റ് കമ്പനികൾ. ഈ മുട്ടം
മെട്രോൻ്റെ അടിയിൽ കുറേ ഇതുപോലെ കഫേസ് ഉണ്ട്. പെൻസിലും ഫ്രെയിമൊക്കെ വാങ്ങാൻ വേണ്ടി വന്നു. ഇത് ഫ്രെയിംസ് ഉണ്ട്, A3 A4 അങ്ങനെ എല്ലാ സൈസിൻ്റെ ഇതുണ്ട്. പിന്നെ ക്രാഫ്റ്റ് വർക്കുകളുടെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്, പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഐറ്റംസ് വാങ്ങാൻ വേണ്ടി വന്നു. ഇങ്ങനത്തെ കുറേ തിരികൾ. അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം ലുലു മാൾ വരെ വന്നാണ്. ഇവിടെ ചുമ്മാ തെണ്ടിത്തിരി ചെയ്യാൻ വേണ്ടി അങ്ങനെ ലുലു കണക്റ്റാടാ. ലുലു കണക്റ്റ് വന്നിട്ട് തെണ്ടിത്തിരിഞ്ഞ് നടക്കണം. ലുലു കണക്റ്റിനുള്ളിൽ ഫ്രെയിമും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് കുറേ ഷോപ്പ് പീസും കാര്യങ്ങളൊക്കെ നല്ല എമൗണ്ട് ആകും കേട്ടോ. ഇതിനൊക്കെ കുറേ ഫ്രെയിംസ് ഉണ്ട്. ഇതൊക്കെ ആക്രിലിക്കിൻ്റെ എന്ത് സാധനം ഉണ്ടാകും, നല്ലത് 3D പ്രിൻറ്റിങ് പോലത്തെ സാധനം. ഫ്ലവർ വേസും കാര്യങ്ങളും. പിന്നെ ഷോ പീസുകൾ കുറേ ഉണ്ട്. ഇതുപോലെ ഷോ പീസുകൾ കുറേ സാധനങ്ങൾ. ഒരു മെറ്റൽ ബൈക്ക് 500 രൂപയുടെ സാധനം. തുരുമ്പെടുക്കാൻ തുടങ്ങി. ലുലുന്ന് ഇറങ്ങുവാണ്. സ്റ്റുഡിയോയിലൊന്ന് പോയി തെണ്ടിത്തിരിയണം. സമയം ഇപ്പോൾ 2:15 ആവാനായി. ഇനി ഇറങ്ങിയേക്കാന്ന് വിചാരിച്ചു. തിരക്കായി വരുന്നുണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ പിഴല എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെ ആശ്രമഡ് സിറ്റീൻ്റെ അടുത്താണ് വരുന്നത്. അപ്പോൾ ഇവിടെ പിഴല ബ്രിഡ്ജിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ കോഫി ഷോപ്പും അങ്ങനെ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ട്. ഇത് റീസെൻ്റ്ലി തുടങ്ങിയതാണ്. പക്ഷെ അടിപൊളി ആംബിയൻസ് കേട്ടോ. നമ്മൾ പകൽ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, നൈറ്റ് അതിലും രസമായിരിക്കും. കുറേ ക്രിയേറ്റീവായിട്ട് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. നല്ല വൈബ് ആംബിയൻസ് ഉള്ള സ്ഥലം കേട്ടോ അത്. അങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. പ്ലീസ്.